ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വീണ്ടും കുക്കിംഗ് എൻ്റെ കൈകളിലേക്ക് വന്നേക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൽ രാവിലെ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹെൽപ്പർമാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പല പല സാധനങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇതിന് മുമ്പ് കുക്കിംഗ് അതായത് ചേച്ചി ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ കുക്കിങ്ങിന് കയറിയപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഗ്യാസിലായിരുന്നു എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് എന്നാൽ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ അതേ കറികളെല്ലാം ആയപ്പോഴത്തേക്കിനും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് നമ്മൾ കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 50-60 പൊതിയൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കെട്ടി വെക്കാറുണ്ട്. അപ്പോൾ ചോറിൽ നമ്മൾ ചമ്മന്തി, തക്കാളി ചമ്മന്തി, മാങ്ങ അച്ചാർ ഇത്രയും വെക്കാറുണ്ട്. പിന്നെ ബാക്കി കെട്ടിക്കൊടുക്കുന്ന കറികൾ ഇന്ന് പൈനാപ്പിൾ മോരുകറിയും ക്യാബേജ് ആണ് കേട്ടോ. പിന്നെ മീൻചാറ്, സാമ്പാർ, പച്ചമോര്, പപ്പടം ഇപ്പം എല്ലാ ദിവസവും കൊടുക്കാറില്ല. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നത് കുറച്ച് ആ ടൈമിൽ അങ്ങനെ ആവാത്തതുകൊണ്ട് അങ്ങനെ പപ്പടം ഇപ്പം നിർത്തിയിട്ടോ. ബാക്കിയൊക്കെയാണ് കൊടുക്കാറ്. പിന്നെ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാഴയിലൊക്കെ ഇതുപോലെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. അത്യാവശ്യം പണികളൊക്കെ കഴിയുന്ന സമയത്ത് അടുപ്പിൽ ഇതുപോലെ വാട്ടിയിട്ട് തലേന്ന് തന്നെ എടുത്ത് വെക്കലാണ് കേട്ടോ. ഇതിപ്പോൾ തലേന്ന് റെഡിയാക്കി വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വാട്ടി വെക്കാം കേട്ടോ. പിന്നെ മീനൊക്കെ ഓരോ സെക്ഷനായിട്ട് പൊരിച്ച് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കൂന്തൽ, ചെമ്മീൻ, കക്കയിറച്ചി, പിന്നെ അയല, ചാള, മാന്തൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പൊടിമീനും കൊഴുവയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ പണികളായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡൈനിങ്ങിൽ 2 ചട്ടിച്ചോറ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാത്തരം മീനുകളും വെച്ചിട്ട് കക്ക, കൂന്തൽ, ചെമ്മീൻ, മുട്ട പൊരിച്ചത്, പിന്നെ മീൻകറി, പിന്നെ എന്തൊക്കെ മീനുകളാണോ ഇവിടെ ഉള്ളത് അതിൻ്റെ എല്ലാം ഓരോ ചെറിയ പോർഷൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പം അടുപ്പിലായതുകൊണ്ടും പിന്നെ കേരയാണ് നമ്മളിപ്പോൾ അധികവും മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കാറ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തലേന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഹോട്ടലിലെ പരിപാടി ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം ക്ലോസ് ആവുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് കേര വരും, ഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ അന്നേരം തന്നെ ഞങ്ങൾ കറി വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് സെറ്റാക്കിയിട്ട് വെക്കും. രാവിലെ എടുത്ത് വീണ്ടും തിളപ്പിച്ച് ഇങ്ങനെ അനക്കാണ്ട് വെച്ചിട്ട് രാവിലെ വീണ്ടും എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം കേരയിൽ ഉപ്പും മുളകും പിടിക്കാൻ കുറച്ച് ടൈമാണ്. അതുപോലെ തന്നെ അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കിനും ഒരുപാട് വെക്കുന്നുണ്ടല്ലോ, നമ്മളൊരു 10-80 കഷ്ണം മീനൊക്കെ വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ തലേന്ന് ഇത് ഇങ്ങനെ വെച്ചിട്ട് അനക്കാണ്ട് വെക്കും കേട്ടോ. രാവിലെ വീണ്ടും തിളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്, പുളി ഉപ്പൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതിന് മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 3:30 ആയപ്പോഴത്തേക്കിനും ഇന്നത്തെ പരിപാടിയൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നാളത്തേക്കുള്ള അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ സാമ്പാറിനുള്ളതും കൂട്ടുകറിക്കുള്ളതും തോരനുള്ളതും ഒക്കെ അരിഞ്ഞും കൂടെ വെക്കും. ഇനി ബാക്കി രാവിലെ കറികളൊക്കെ കുറച്ചൊക്കെ അവരാക്കുമ്പോഴത്തേക്കിനും ഞാനങ്ങ് എത്തുള്ളൂ കേട്ടോ. എന്തായാലും ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹാദുക്കുട്ടനും ഇക്കായുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ലേറ്റായി കടയിലേക്ക് വന്നില്ലായിരുന്നു. ഇക്കൊക്കെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഹാദുക്കുട്ടനും എന്തായാലും ഒരു ബേൽപൂരിയും പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അങ്ങനെ നടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കുറേ നേരം ഓടി കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ പായസം വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കയറി ഓരോ പായസം കുടിച്ചു. കൂടെ ബോളിയും ഉണ്ടായിരുന്നു. മസാല ദോശയും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്.